നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരം കൊടിയേറി. പൂരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പിൻവാങ്ങി വനം വകുപ്പ്. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള കരിനിയമങ്ങൾക്കെതിരെ പോരാടുന്നതിൽ കോൺഗ്രസിനെ കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പല വിഷയങ്ങളിലും സംഘപരിവാർ അജണ്ടയുമായി അവർ സമരസപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും പിണറായി വിജയൻ. മറ്റത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ പെയ്ത മഴയോടൊപ്പം പെയ്ത വീശിയടിച്ച കാറ്റ് നാശം വിതച്ചു. വെള്ളിക്കുളങ്ങര, നെയ്യാട്ടുകുണ്ട്, കമലക്കട്ടി ഭാഗങ്ങളിൽ നിരവധി വൈദ്യുതിക്കാലുകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. വാർത്തകൾ വിശദമായി. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരം കൊടിയേറി. രാവിലെ 11:45 തിരുവമ്പാടിയിൽ ആദ്യം ദേശക്കാർ കൊടിയേറ്റി. പാറമേക്കാവിൽ 12 മണിക്ക് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. വൈകിട്ടോടെ 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. വെള്ളിയാഴ്ചയാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പിൻവാങ്ങി വനംവകുപ്പ്. ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ ആളും മേളവും പാടില്ലെന്ന സർക്കുലിനെതിരെയാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും ആന ഉടമകളും രംഗത്തെത്തിയത്. പൂരം നടത്തിപ്പിന് പ്രശ്നമുണ്ടാകില്ലെന്നും വിവാദ നിർദ്ദേശങ്ങൾ പിൻവലിക്കുമെന്നും വനമന്ത്രി അറിയിച്ചു. വിവാദ നിബന്ധനയിൽ മാറ്റം വരുത്തുമെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്നും വനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി. തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ പട്ടിക സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പട്ടികയോടൊപ്പം ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 16-ന് റിപ്പോർട്ട് നൽകാൻ വനംവകുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതേസമയം തൃശ്ശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കണോ എന്ന കാര്യത്തിൽ 17-ന് തീരുമാനമെടുക്കും. വാർത്തകൾ തുടരുന്നു. രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് കടക്കൽ കത്തിവെക്കുന്ന പൗരത്വ നിയമ ഭേദഗതി പോലുള്ള കരിനിയമങ്ങൾക്കെതിരെ പോരാടുന്നതിൽ കോൺഗ്രസിനെ കാണുന്നില്ലെന്ന് പല വിഷയങ്ങളിലും സംഘപരിവാർ അജണ്ടയുമായി അവർ സമരസപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി എറിയാട് ചേരമാൻ മൈതാനത്ത് കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇത്തവണ BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് 2014-ലാണ്. 2014-ൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേ നയമാണ് തുറന്നു വന്നത്. അതിൻ്റെ ഫലമായി മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കടുത്ത പോറലേൽപ്പിക്കുന്ന നടപടി നേരത്തെ ഉണ്ടെങ്കിലും രണ്ടാം ഓണം കിട്ടിയ ഉടനെയാണ് സ്വീകരിച്ചത്. 2019-ലാണ് രണ്ടാം ഓണം BJP ഗവൺമെൻറ് ലഭിക്കുന്നത്. ആ വർഷം തന്നെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാട് സ്വീകരിച്ചു. അത് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിക്കൊണ്ട് അതിനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. പൗരത്വ നിയമ ഭേദഗതിയെ ലോകമാകെ തള്ളിപ്പറയുക. എന്തുകൊണ്ട്? ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യം പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഇവിടെ നിന്നെല്ലാമുള്ള അഭയാർത്ഥികൾക്ക്
പ്രശ്നമാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ഉന്നയിച്ചത്. ലോകത്തെ പല രാഷ്ട്രങ്ങളും അഭയാർത്ഥി പ്രശ്നം നേരിടുന്നുണ്ട്. ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷനായി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ. പ്രകാശ് ബാബു, മന്ത്രി പി. രാജീവ്, CPM ജില്ലാ സെക്രട്ടറി M.M. വർഗീസ്, UP ജോസഫ്, KK അഷ്റഫ്, സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, KR ജൈത്രൻ, മുഹമ്മദ് ചാമക്കാല, വേണു വെണ്ണറ, KJ തോമസ്, അരുൺ മേനോൻ, KB ഹൈദ്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത ചൂടിനാശ്വാസമായി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:15 മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ പെയ്ത മഴയോടൊപ്പം പെയ്ത വീശിയടിച്ച കാറ്റ് നാശം വിതച്ചു. വെള്ളിക്കുളങ്ങര, നെയ്യാട്ടുകുണ്ട്, കമലക്കട്ടി ഭാഗങ്ങളിൽ നിരവധി വൈദ്യുതിക്കാലുകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. മേഖലയിൽ വൈദ്യുതി ബന്ധവും തകരാറിലായി. ജാതിമരങ്ങളും തെങ്ങുകളും കടപുഴകി. ഒരു സ്വകാര്യ ബസ് കമലക്കട്ടിയിൽ റോഡിൽ താഴ്ന്നു. ഇതുമൂലം ഗതാഗതം 1 മണിക്കൂറോളം സ്തംഭിച്ചു. മുക്കാട്ടുകര സെൻറ്റ് ജോർജസ് ദേവാലയത്തിലെ ഗീവർഗീസ് സഹദായുടെ 13ാം വെള്ളി ദിനാചരണം ദിവ്യബലി, യതിജ്ഞ, നൊവേന, പ്രദക്ഷിണം, നേർച്ചക്കഞ്ഞി തുടങ്ങിയവയോടെ ആഘോഷിച്ചു. ഇടവകയിൽ നിന്നും പുതിയതായി തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ ലിജോ പതിപറമ്പൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻ്റണി ചിറ്റലപ്പള്ളി, ഇടവക കൈക്കാരന്മാരായ സോജൻ മഞ്ഞില, കൊച്ചുവർക്കി തരകൻ, ജൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, പ്രതിനിധിയോഗം അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരം കൊടിയേറി. പൂരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലറിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പിൻവാങ്ങി വനം വകുപ്പ്. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള കരിനിയമങ്ങൾക്കെതിരെ പോരാടുന്നതിൽ കോൺഗ്രസിനെ കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പല വിഷയങ്ങളിലും സംഘപരിവാർ അജണ്ടയുമായി അവർ സമരസപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും പിണറായി വിജയൻ. മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ പെയ്ത മഴയോടൊപ്പം പെയ്ത വീശിയടിച്ച കാറ്റ് നാശം വിതച്ചു. വെള്ളിക്കുളങ്ങര, നെയ്യാട്ടുകുണ്ട്, കമലക്കട്ടി ഭാഗങ്ങളിൽ നിരവധി വൈദ്യുതിക്കാലുകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.